ഹലോ, അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എരുമ്പാമ്പുളി അച്ചാറാണ്. അതിനായി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഒരു 10 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തു. ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 10-15 അല്ലി ഉണ്ടാവും, അതും ശരിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഒരു കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 കിലോ അളവിൽ എരുമ്പമ്പുളിയാണ് ഞാൻ എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത്. അതിനുള്ള കൂട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. പിന്നീട് അതിലേക്ക് കായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. പച്ചമണം മാറുന്നവരെ, എല്ലാറ്റിൻ്റെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 2 ഗ്ലാസ് അളവിൽ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒരു കപ്പ് 3/4 കപ്പോളം വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച എരുമ്പമ്പുളിയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. മസാല എല്ലായിടത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഒരാഴ്ച വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു അച്ചാറാണ് എരുമ്പാമ്പുളി അച്ചാർ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അമ്മാസ് വ്ളോഗ് എല്ലാവരും കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അച്ചാറൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്.